നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും തനി നാടൻ ഊണാണ്. നമ്മുടെ റെസിപ്പികൾ ഒരു ചാറുകറിയും ഒരു തോരനും കൂടി ഉൾപ്പെട്ടതാണ്. വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതും. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ നമ്മുടെ മക്കൾക്കും വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ വെജ് റെസിപ്പികൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോൺ വെജ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ എൻ്റെ മറ്റൊരു ചാനലായ അനിതാസ് ടേസ്റ്റി കോർണർ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളിക്കറിയും നല്ലൊരു പപ്പടത്തോരനും കൂടെ തന്നെ വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചി അച്ചാറും കൂട്ടി നല്ലൊരു ഊണ് തയ്യാറാക്കിയാലോ. ഇനി നമുക്ക് വീട്ടിലെ ഊണ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അരമുറി നാളികേരം തിരുമിയത്, 2 ചെറിയ സവാള കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലുള്ളൊരു നാളികേരമാണ് തിരുമി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തിരുമിയ നാളികേരം ഒന്ന് വെണ്ണ പോലെ അരച്ച് വെക്കണം, തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 നുള്ള് ഉലുവ കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഉലുവയും കടുകും ഒക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മുരിയിച്ചതിന് ശേഷം ഈ ഒരു താളിപ്പ് നമുക്കൊന്ന് കുറച്ചൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇങ്ങനെ കോരി മാറ്റിയെടുക്കുന്നത് താളിപ്പ് ചെയ്തെടുക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ എടുത്ത് വെക്കാം. 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വഴറ്റുന്ന സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഈ പൊടികൾ ചേർത്ത് ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കഷ്ണങ്ങൾ അല്പം വലിപ്പത്തിലായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി കഷ്ണങ്ങൾ വെന്തുടയേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊക്കെ തോലൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചും കൂടെ കൊടുക്കാം. തക്കാളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് തക്കാളി വഴണ്ട് കിട്ടേണ്ടതും. തോല് ഭാഗം മാത്രമാണ് നല്ല പോലെ വാടി കിട്ടിയിട്ടുള്ളതും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാമത്തെ റെസിപ്പിയായ പപ്പടത്തോരനാണ്. പപ്പടത്തോരന് വേണ്ടിയിട്ട് പപ്പടം ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. അങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി വഴണ്ട് വന്നപ്പോൾ നമ്മൾ കാണിച്ച നാളികേരം ഒരു മിക്സിയുടെ ജാറിലിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് ഒരു തവി ഉപയോഗിച്ച് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഏതൊരു കറിയും തിളക്കുന്നത് വരെ നല്ലവണ്ണം ഇളക്കി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ കറി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെയും കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ കറിക്ക് അല്പം പുളി ആവശ്യമാണെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങ ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു കഷ്ണം കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറിക്ക് പുളി ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇവ രണ്ടും ചേർക്കേണ്ടതുമില്ല. ഞാനിപ്പോൾ ചെറിയ പുളിയോട് കൂടി തന്നെയാണ് ഈ ഒരു കറി പാചകം ചെയ്തെടുക്കുന്നതും. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. കറി 1 മിനിറ്റ് നേരം മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താളിപ്പ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഈ കറി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പപ്പടത്തോരൻ തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പപ്പടം ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അരമുറി നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. നാളികേരം തിരുമി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇതുപോലെ ഒന്ന് കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടുമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു നോൻപ് കാലത്ത് മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാർ ഇനിയിപ്പോൾ ഇതുപോലൊരു
കറി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വയറ് നിറയെ ചോറുണ്ടാവുന്നതുമാണ്. തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം പപ്പടത്തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും പപ്പടം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും പപ്പടം കോരി മാറ്റാം. പപ്പടം ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റുവാണ്. അതിനുശേഷം ബാക്കിയുള്ള പപ്പടം കൂടെ എണ്ണയിലിട്ട് മുരിച്ചു മാറ്റാം. അങ്ങനെ എല്ലാ പപ്പടവും എണ്ണയിൽ നിന്നും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പപ്പടം ഫ്രൈ ചെയ്ത് മാറ്റിയ അതേ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്തിട്ടുള്ളത്. കടുക് ഇപ്പോൾ നല്ല പോലെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ 2 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 2 ചെറിയ സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാളയിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ 3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം കൂടെ ചേർക്കണം. നല്ല ജീരകം ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയത് കൂടി ചേർക്കാം. നാളികേരവും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നാളികേരത്തിലെ വെള്ളമയം മുഴുവനും തന്നെ നമുക്കൊന്ന് വറ്റി കിട്ടണം. അതുവരെയും ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടൊന്നും മുരിയിച്ചെടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഈ അരപ്പിന് ആവശ്യമായ ഒരു നുള്ളുപ്പും കൂടി ചേർക്കാം. പപ്പടത്തിന് ആവശ്യത്തിനുള്ള ഉപ്പുള്ളത് കൊണ്ടും നമുക്ക് ഈ നാളികേര കൂട്ടിനുള്ള ഒരു നുള്ളുപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള പപ്പടമാണ് ചേർക്കേണ്ടത്. ഈ ഒരു സമയത്ത് നാളികേരം ഒരു തരി പോലും അടിയിൽ പിടിച്ചിട്ടില്ല. അതുപോലെ നാളികേരത്തിലെ വെള്ളമയം എല്ലാം തന്നെ ഒന്ന് വറ്റി കിട്ടണം. ഇനിയിപ്പോൾ പപ്പടം ചേർത്ത് കൊടുക്കുവാണ്. പപ്പടം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നാളികേരക്കൂട്ട് പപ്പടത്തിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പടത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ നാടൻ ഊണിലെ 2 വിഭവങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. പാചകത്തിന്റെ ABCD അറിയാത്തവർക്ക് പോലും ഈ ഒരു വീഡിയോ നോക്കി നല്ല രീതിയിൽ പാചകം ചെയ്തെടുക്കാവുന്നതുമാണ്. ഈ ഒരു നോൻപ് മാസത്തിൽ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഞാൻ ഈ പാചകം എല്ലാം തന്നെയും കാണിച്ചു തന്നിട്ടുള്ളതും. ഇനി പപ്പടത്തോരന്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് ഇതുപോലെ സിമ്പിളായിട്ട് ഊണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകളൊക്കെ കൊണ്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കുന്ന ഈ ഒരു നാടൻ ഊണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാനിവിടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി അച്ചാർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അച്ചാറിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. മറ്റു കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ പാചകങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ചയും ഞാൻ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് അടുത്ത ആഴ്ച കാണുന്നത് വരെയും വീണ്ടും കാണാം.